Assalamualaikum. Welcome back to Selva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചൈനീസ് ഡിഷായ ഓറഞ്ച് ചിക്കൻ ആണ് തയ്യാറാക്കുന്നത്. ഓറഞ്ച് ചിക്കൻ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ഫ്ലേവറിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസിയും അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റും ഓറഞ്ചിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഓറഞ്ച് ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ചൈനീസ് ഡിഷസൊക്കെ അല്പം വ്യത്യസ്ത രീതിയിലാണല്ലോ പ്രിപ്പറേഷൻസ്. കേരള ഫുഡിൻ്റെ പോലെയല്ല, ഇത് തയ്യാറാക്കുന്നത് അല്പം വ്യത്യസ്ത രീതിയിലാണ്. നമ്മൾ 2 സ്റ്റേജായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓറഞ്ച് ചിക്കന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ ഇവിടെ വേണ്ടത്. അതിൻ്റെ ഇതുപോലെ ഒരു ചെറിയ ബൗൾ മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ബൗൾ കോൺഫ്ലവർ, ഇനി ഇതാ ഇതുപോലെ ഒരു വലിയ ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ പൊടികളും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു എഗ് വൈറ്റ്, എന്നിട്ട് ഇതുപോലെ നോർമൽ വാട്ടർ കുറച്ച് ഒഴിച്ചിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് വേണം എടുക്കാൻ. അതിനിതുപോലെ കുറേശ്ശെ മാത്രമേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലുള്ള തിക്ക് ബാറ്റർ കിട്ടില്ല. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത്. കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല സ്മൂത്ത് തിക്ക് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചിക്കൻ ഇതുപോലെ എല്ലോട് കൂടി ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ അതും എടുക്കാം. ഇനി ഇതുപോലെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചിക്കനൊക്കെ ഈ ബാറ്റർ കവർ ചെയ്തിട്ട് വേണം നിൽക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിൽ ബാറ്ററിൽ കിടന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം ഒരു 20 മിനിറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് 20 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ പീസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉൾവശമൊക്കെ നന്നായി വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ മാറ്റി വെക്കണം. ഓരോന്നോരോന്ന് മാത്രമേ പീസസ് ഇടാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതെല്ലാം ഓയിലിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ നിറത്തിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് അടുത്ത സ്റ്റേജ് സോസ് തയ്യാറാക്കണം. സോസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെറിയൊരു പീസ് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് റോസ്മെല്ലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ സോസിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക, നല്ല ഫ്ലേവർ സ്മെല്ലൊക്കെ ഉണ്ടാവും ഇതുപോലെ ചെയ്താൽ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, ഇത് മാത്രമാണ് നമ്മൾ സ്പൈസി ആയിട്ട് വേണ്ടിയിട്ടുള്ളത് സോസിൽ ആഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു ബൗൾ ഷുഗർ,
ഇതിൻ്റെ ഒരു ഫ്ലേവർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ചൊരു മധുരവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സോസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ബൗള് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, അത് ഓറഞ്ച് ജ്യൂസ് നമ്മൾ പിഴിഞ്ഞിട്ട് എടുക്കുകയാണ് കൂടുതൽ ബെസ്റ്റ്. ഇനി ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളക്കണം. ഇനി ഇതിലേക്ക് അടുത്തത് അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഓറഞ്ചിൻ്റെ ജസ്റ്റ്. ഓറഞ്ച് ജസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ തൊലി, ഓറഞ്ചിൻ്റെ യെല്ലോ പാർട്ട് മാത്രം വൈറ്റ് പാർട്ട് ഇല്ലാണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ബൗളിൽ വിനെഗർ, ആപ്പിൾ സൈഡ് വിനെഗർ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി ഇതുപോലെ 2 ടീസ്പൂൺ സോയാ സോസ്. ഇനി നമ്മുടെ സോസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്ത് സോസ് തയ്യാറാക്കരുത്. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. കറക്റ്റ് മെത്തേഡിൽ നമുക്കിത് കിട്ടും. സോസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 3 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു തിക്കായിട്ടുള്ള സോസ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള നല്ല സ്മെല്ലുള്ളൊരു സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം അതുപോലെ ചെറുതായി അരിഞ്ഞത്, കുറച്ച് യെല്ലോ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, അതുപോലെ റെഡ് ക്യാപ്സിക്കം, എല്ലാതും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് 3 കളറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ സോസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ സോസും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് കവർ ചെയ്തിട്ട് കിട്ടണം. ഈ ടൈമിലൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അതുപോലെ ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ സോസ് ചിക്കനൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ കവർ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ആണെങ്കിൽ പുറമെ ഒരു ക്രിസ്പിനെസ് ഒക്കെ ആയിട്ടും, അപ്പോൾ ഈ സോസൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് വൈറ്റ് എള്ള് ഇതുപോലെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഗാർണിഷിങ് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്യുകയും ചെയ്യാം. ഇനി കുറച്ച് ഇതുപോലെ സ്പ്രിംഗ് ഓണിയൻ സ്ലൈസ് ചെയ്തത്, കുറച്ച് തേൻ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ഓറഞ്ച് ചിക്കൻ റെഡി. നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഞാൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, കണ്ടില്ലേ, പുറമെ ഒരു സ്വീറ്റും സ്പൈസിയും ഓറഞ്ചിൻ്റെ ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.